ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളെ നമുക്കൊന്ന് വിളിക്കാം ഗൈസ്. എടുക്കുന്നില്ലെങ്കിൽ ആരേത്? ഹലോ, എടോ 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 തനിക്ക് നാണം ഉണ്ടാവുള്ളൂ. ആരാടോ താൻ? ഇത് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധന. തനിക്ക് ഉളുപ്പുണ്ടോളോ? എടോ താൻ എന്നെ തെറി വിളിക്കുന്ന? എടോ തനിക്ക് ഇത്രയും നാൾ റെസ്റ്റ് എടുത്തിട്ട് തനിക്ക് എന്ത് എന്നിനിടെ കുത്തുന്നോളോ? ഇത്രയും നാള് സൈനിങ് ഒന്നും ഇല്ലാതിരുന്നപ്പോ ഇപ്പൊ മലവെള്ളം പോലെ സൈനിങ് ഇപ്പൊ ഒഴുകി 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 വരുന്നു. എന്തുവാണ് ഇത്? സൈനിങ് ഇല്ലെങ്കിലും കുഴപ്പം, ഉണ്ടെങ്കിലും കുഴപ്പം. പിന്നെ ഞങ്ങളെന്തോ വേണം? എന്തോ വേണം ഒന്ന് പറഞ്ഞു തരുമോ? സൈനിങ് ഇല്ലെങ്കിൽ തെരുവിളി, സൈനിങ് ഉണ്ടെങ്കിൽ തെരുവിളി. എന്തുവാണ് ഇത്? എന്തായാലും ഐസിലൊക്കെ തുടങ്ങാൻ പോലെ അതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഇരിക്കാൻ പോലും സമയം തരാതെ തന്നെ സൈനിങ് എല്ലാം ഉണ്ടാക്കി തന്നേനങ്ങോട്ട്. എന്നാ ശരിയെന്നാ. താങ്ക് യു ഫോർ സൈക്കോ അഡ്മിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ഐ റിയലി അപ്പോളജി. കാരണം എനിക്കത് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും ആൻഡ് ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എത്തിച്ചിരിക്കുന്നു. സ്പാനിഷ് താരമായ മാത്യൂസ് ഹെർണാണ്ടസിനെയാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. 28 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം കളിച്ച ക്ലബ്ബുകൾ, അദ്ദേഹത്തിന്റെ കരിയർ കൂടുതലും സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്പെയിനിലാണ്. സ്പാനിഷ് ക്ലബ്ബുകളായ ജിംനാസ്റ്റിക്, അതേപോലെ അങ്ങനെ അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ, അങ്ങനെ ലോവർ ഡിവിഷൻ ചപ്പയാവർ മറ്റ് ക്ലബ്ബുകളിലെല്ലാം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും അദ്ദേഹത്തിന് കളിക്കാനാകും. കാളക്കുറ്റന്മാരുടെ നാട്ടിൽ നിന്ന് വരുന്ന അദ്ദേഹം ചില പ്രതീക്ഷകളുമായാണ് വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു ഡിഫൻസിൽ ഒരു എന്താ പറയുക, ഒരു എന്താ പറയുന്ന ഷേപ്പ് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനാകും. ഡിഫൻസിന് മുന്നിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരിക്കുമ്പോഴും സെൻട്രൽ ബാക്ക് ആയിരിക്കുമ്പോഴും. പിന്നീട് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ കണ്ടീഷനുമായി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം അദ്ദേഹം ഇന്ത്യൻ കണ്ടീഷന് ഓൾറെഡി അഡാപ്റ്റഡ് ആയ ഒരു താരമാണ്. നമ്മുടെ ഗോകുലം കേരള FC, കേരളത്തിന്റെ തന്നെ മറ്റൊരു സ്വപ്നമായ ഗോകുലം കേരള FC-യിലാണ് അദ്ദേഹം മുമ്പ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ കണ്ടീഷനിൽ അഡോപ്റ്റ് ആവാൻ വലിയ പാട് ഉണ്ടായിരിക്കില്ല. എന്തായാലും അദ്ദേഹം നമ്മുടെ ക്ലബിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വളരെ ഡിലൈറ്റഡ് ആണ് ഈ ക്ലബിലേക്ക് എത്താൻ സാധിച്ചത്. ഞാൻ വളരെ ഡിലൈറ്റഡ് ആണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ക്ലബിന് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം സമർപ്പിക്കണം. ഈ ക്ലബിന്റെ അച്ചീവ്മെന്റ്സിനും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം സമർപ്പിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ CEO, നമ്മുടെ അഭികണ്ഠം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് മാത്യൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ കണ്ടീഷനുമായി അഡോപ്റ്റഡ് ആണ് ഓൾറെഡി. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായി എന്തായാലും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും സ്പാനിഷ് കാളക്കൂറ്റന്മാരുടെ മണ്ണിൽ നിന്ന്, തക്കാളിപ്പോരിന്റെ നാട്ടിൽ നിന്ന് എത്തുന്ന അദ്ദേഹത്തിൽ പലതും നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാളക്കൂറ്റന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്താ പറയുക, യുവതാരങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞ ആ പ്രതിരോധ നിലയെ നയിക്കാനാകുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ആ പരിചയസമ്പത്തുമായി അദ്ദേഹം എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. ഈ സീസൺ അവസാനിക്കുന്നവരെയാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.